നാട്ടിലെപ്പം വെക്കേഷന് പോയാലും നമ്മൾ റാന്നി വീട്ടിൽ പോകുന്നത് പതിവാണ്. അതായത് അമ്മയുടെ വീട് റാന്നിയിലായത് കാരണം നമ്മൾ റാന്നിയുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ പുനലൂരിൽ നിന്ന് റാന്നിയിലേക്ക് പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ശരിക്കും 2.5-3 മണിക്കൂറൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാറിന് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറവ് സമയം എടുക്കത്തുള്ളൂ, നല്ല റോഡ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ പോണ വഴിക്ക് ഇടയ്ക്ക് നിർത്തി ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് ഒരു പരിപ്പ് വടയൊക്കെ കഴിച്ചിട്ട് പതുക്കെയാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ കാണാൻ അടിപൊളിയാണ്. നമുക്ക് റാന്നിയിലേക്ക് കയറുമ്പോൾ തന്നെ അറിയാം പത്തനംതിട്ടയുടെ ആ ഒരു സൗന്ദര്യവും. എന്ന് വെച്ച് ഞങ്ങൾ കൊല്ലംകാർക്ക് സൗന്ദര്യം കുറവാണെന്നല്ല. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം രാത്രിയായി ഞങ്ങളവിടെ എത്തിയപ്പോൾ. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ വല്യമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി, ഞങ്ങളെ കണ്ട് സർപ്രൈസ് ആയിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രി തന്നെ പറമ്പിലൊക്കെ ഇറങ്ങി കപ്പയൊക്കെ വെട്ടിയെടുത്ത് ഞങ്ങൾ കപ്പയും മീൻകറിയും കഴിക്കാനുള്ള സെറ്റപ്പിലായിരുന്നു. ഞങ്ങൾ മീനൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ മമ്മി കപ്പയൊക്കെ പിഴുത് എല്ലാം റെഡിയാക്കി കപ്പ വേവിച്ച് പിന്നെ നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് പോയി മീൻകറിയൊക്കെ വെച്ച് കപ്പയും മീൻകറിയൊക്കെ ആയിട്ട് വല്യമ്മച്ചിയുടെ കൂടെ അവിടെ ഞങ്ങൾ അടിച്ചു. അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കേഷന് ചെല്ലുമ്പം ഇടയ്ക്ക് നമ്മൾ അവിടെ പോയിട്ട് നൈറ്റിൽ ഇതുപോലെ വൈബ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ് റാന്നി. ഇത് വെച്ചുച്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ഞങ്ങൾ പോവും. ജിൻചാൻ നൈസായിട്ട് മാറി നിന്നത്തെ പരിപാടി നോക്കി. പിന്നെ ഞങ്ങൾ വൈകുന്നേരം അവിടെയൊക്കെ നിന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മളിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന നല്ല വൈബല്ലേ. അമേലു ജിൻചാൻ നിമ്മി അടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ അമേലു ഓടിച്ചില്ല. അമേലിന് ഭയങ്കര കുശുമ്പാണേ. അതാണ് കാണുന്നത്. രാത്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ വൈബാണ്. വല്യമ്മച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്ന നല്ല വൈബാണ്. നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ, നല്ല ക്ലൈമറ്റൊക്കെയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ മമ്മി ചക്ക വേവിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വല്യമ്മച്ചിയുടെ പ്ലാവിനെ നേരെ കത്തിയെടുത്ത് മമ്മി പോയിട്ട് ചക്ക മുറിച്ച് താഴെ വെക്കാനുള്ള പരിപാടിയാണ്. രാവിലെയൊക്കെ നല്ല വൻ വൈബാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശമാണ്. പിന്നെ മമ്മിയുടെ സ്ഥിരം കലാപരിപാടിയായ രാവിലെ തന്നെ പറമ്പിലിറങ്ങി അവിടുത്തെ പച്ചക്കറികൾ കായ്കളൊക്കെ പറിക്കലാണ്. ഇത് പച്ചമുളകാണ്. വല്യമ്മച്ചി കഷ്ടപ്പെട്ട് നനച്ച് വളർത്തിയ പച്ചമുളകിൽ നിന്ന് കുറേ പച്ചമുളകും തക്കാളിയും അതും ഇതെല്ലാം അടിച്ചു മാറ്റലാണ് മമ്മിയുടെ മെയിൻ കലാപരിപാടി. പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കമ്പടിക്കുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ഇതിന് നടക്കാനും വയ്യ. അമ്മച്ചി ചെയ്യുന്ന പോലെ ദേഷ്യം വരത്തില്ല. ദേഷ്യം കൊണ്ട് ഇതിന് എന്തോ കൈ കിട്ടി കൊല്ല അവിടെ കിടന്നു. കഥകളും വിശേഷമൊക്കെ പറഞ്ഞിട്ട് മോർണിംഗ് ടൈം കുറേ നേരം അവിടെ അങ്ങനെ പോയി. പിന്നെ നമ്മൾ ചക്കയും മീൻകറിയൊക്കെ കഴിച്ചു. നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചക്കയും മീൻകറിയും മസ്റ്റായിട്ട് കഴിച്ചിരിക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പിന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് പെരുന്തേനരുവിയാണ്. നമ്മൾ വല്യമ്മച്ചിയുടെ വീടിൻ്റെ അടുത്ത് ആറുണ്ട്. നമ്മൾ മിക്കവാറും പോകുമ്പോഴെല്ലാം അവിടെ പോകാറുണ്ട് വൈകുന്നേരം. ഇത് ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ് നമ്മൾ. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പുനലൂർ ഇറങ്ങിയിട്ട് ഒരു ഫിലിമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ പുനലൂർ ഏകദേശം ഉച്ചയൊക്കെ ആകാറായി നമ്മൾ പുനലൂർ എത്തിയ സമയത്ത്. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫിലിമിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. പിന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി മന്തിയൊക്കെ കഴിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ ഫിലിം കാണാൻ കയറി. അമ്മയൊരു ഒറ്റയ്ക്കിരുന്ന് ഫിലിം കാണുന്നതുണ്ടോ. ഇടയ്ക്കൊക്കെ ഇച്ചിരി ബഹളം ഉണ്ടാക്കെങ്കിലും അടങ്ങിയതങ്ങി ഇരുന്നോളും. പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നു കപ്പ പുഴുങ്ങിയതും മീൻകറിയും കഴിച്ചിട്ട് കിടന്നുറങ്ങി.